ഒറ്റപ്പെട്ട ഒരു ദ്വീപ്, അവിടെയുള്ള ഒരേ ഒരു കുഞ്ഞ് ഗ്രാമം. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ചാർജ് ആയെന്ന് തോന്നല്ലോ. വെരി ഗുഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഒപ്പം ഭയപ്പെടുത്തുന്ന ഒരു സീരീസിൻ്റെ കഥയാണ്. 2021 റിലീസ് ചെയ്ത മിഡ് നൈറ്റ് മാസ് എന്ന സീരീസിൻ്റെ കഥ. ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് ഒരു യുവ പുരോഹിതൻ വരുന്നതും അതിനുശേഷം അവിടെ നടക്കുന്ന അവിശ്വസനീയമായ അത്ഭുതങ്ങളും പേടിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ പ്രേതകഥയാണെന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണം ഒരു മാലാഖയുടെ ചോരയാണ്. ആ ചോര കുടിക്കുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയുമ്പോഴാണ് ശരിക്കുമുള്ള ഭയം തുടങ്ങുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള രംഗത്തിലൂടെയാണ്. റൈലി ഫ്ലിൻ എന്ന ചെറുപ്പക്കാരൻ ഒരു രാത്രി മദ്യപിച്ച് വണ്ടി ഓടിക്കുകയും ആ വലിയ അപകടത്തിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. തകർന്നു കിടക്കുന്ന വണ്ടികൾക്കിടയിൽ തൻ്റെ കാറിടിച്ച് റോഡിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ജീവനില്ലാത്ത ശരീരത്തിലേക്ക് റൈലി ഭയത്തോടെ നോക്കി നിൽക്കുകയാണ്. താൻ മദ്യപിച്ചിരുന്നുവെന്നും തൻ്റെ വലിയൊരു തെറ്റുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നും അവന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ, ഇപ്പോൾ അവനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. റൈലി പോലീസിനോട് തൻ്റെ കുറ്റം പൂർണ്ണമായും സമ്മതിക്കുന്നു. അങ്ങനെ കോടതി അവനെ ജയിലിലേക്ക് അയക്കുകയാണ്. ജയിലിലെ ജീവിതം റൈലിയെ സംബന്ധിച്ച് ഒരു നരകമായിരുന്നു. ഓരോ രാത്രിയിലും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ താൻ കാരണം മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ മുഖം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വരും. വല്ലാത്തൊരു കുറ്റബോധത്തോടെയാണ് അവൻ ഓരോ ദിവസവും തള്ളി നീക്കിയത്. അങ്ങനെ 4 വർഷങ്ങൾ കടന്നുപോയി. റൈലിയുടെ ജയിൽ ശിക്ഷ അവസാനിച്ചു. സീൻ നേരെ പോകുന്നത് വാഷിംഗ്ടൺ സ്റ്റേറ്റിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്രോക്കറ്റ് ഐലൻഡ് എന്നൊരു ചെറിയ ദ്വീപിലേക്കാണ്. റൈലിയുടെ സ്വന്തം നാടാണ് ഈ ദ്വീപ്. മീൻപിടുത്തം ഉപജീവനമാക്കിയ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. റൈലിയുടെ അമ്മ ആനി തൻ്റെ മകൻ്റെ തിരിച്ചുവരാനായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റൈലിയുടെ ഇളയ അനുജനാണ് വാറൻ. അവനോടത്തൊരു സാധാരണ പയ്യനാണ്. ദ്വീപിലെ ചതുപ്പ് നിലകളുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പോകരുതെന്ന് അമ്മ വാറനെ എപ്പോഴും വിലക്കാറുണ്ട്. എന്നാൽ കൗമാരക്കാരനെ വാറൻ അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി അമ്മ വിലക്കിയ ആ ചതുപ്പ് നിലകളിലേക്ക് തന്നെ രഹസ്യമായി പോകുന്നു. കാരണം മുതിർന്നവരാരും വരാത്ത ആ സ്ഥലത്ത് വെച്ചാണ് ഈ പിള്ളേർ കഞ്ചാവുള്ള സാധനങ്ങൾ വലിക്കാനും മറ്റു പരിപാടികൾക്കായി ഒത്തുകൂടാറുള്ളത്. അവർ പോകുന്ന വഴിക്ക് ഒരു ലോക്കൽ ഡീലറുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അവിടെ നിന്ന് നേരെ എലീസ എന്നൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. എലീസയ്ക്ക് നടക്കാൻ കഴിയില്ല, അവൾ വീൽ ചെയറിലാണ്. ഫ്രണ്ട്സ് അവൾക്കും കുറച്ച് ലഹരി വസ്തുക്കൾ വെച്ച് നീടുന്നുണ്ടെങ്കിലും അവളത് സ്നേഹപൂർവ്വം നിരസിക്കുന്നു. അങ്ങനെ ആ 3 പിള്ളേരും വീണ്ടും തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതേ സമയം ദ്വീപിലേക്ക് ഒരു പുതിയ ആൾ വന്നിറങ്ങുന്നു. ഒരു യുവ പുരോഹിതൻ. അയാളുടെ കയ്യിൽ വലിയ പൂട്ടുകളിട്ട് പൂട്ടിയ ഭീമാകാരമായ ഒരു പെട്ടിയുണ്ട്. അയാൾ നേരെ അവിടുത്തെ പള്ളിയിലേച്ചൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇരുട്ട് വീണ് തുടങ്ങി. വാറനും സുഹൃത്തുക്കളും ഒരു ചെറിയ ബോട്ടിൽ ദ്വീപിൻ്റെ അങ്ങേറ്റത്തുള്ള ആ ചതുപ്പ് നിലങ്ങൾ എത്തിച്ചേർന്നു. പെട്ടെന്ന് അവർക്ക് ചുറ്റും ഭയപ്പെടുന്ന ഒരു ശബ്ദം കേട്ടു. വലിയ ചിറകുകൾ വെച്ച് ഏതൊരു പക്ഷി പറന്നു പോകുന്ന പോലുള്ള വലിയൊരു ശബ്ദം. അത് കേട്ട് അവരാകെ പേടിച്ചുപോയി. വലിയ കൊക്കുകളുണ്ടല്ലോ, ഹെറോൺ, അതെങ്ങാനാകും പറന്നുപോയെന്ന് കരുതി അവർ സ്വയം സമ്മാനിച്ചു. ഈ ചതുപ്പ് നിലങ്ങളിൽ ഒരുപാട് അലഞ്ഞു തിരിയുന്ന പൂച്ചകളുണ്ട്. പണ്ട് കരയിൽ നിന്നും ആരോ കൊണ്ടുവന്നിട്ടതാണ് അവയെ. ഈ പൂച്ചകളൊക്കെ അവിടുത്തെ പഴയ ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. കാരണം 1920-കൾ വരെ ഈ ദ്വീപിലെ ആളുകൾ മരിച്ചവരെ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെയായിരുന്നു കുഴിച്ചിട്ടിരുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ ആ പഴയ അസ്ഥികൂടങ്ങളും മറ്റും ചതുപ്പിൽ പൊങ്ങി വരും. കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ വാറൻ്റെ വീടിൻ്റെ അടുത്തുള്ള തീരത്ത് വന്നടിയാറുണ്ടെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ പിള്ളേർ തങ്ങളുടെ സ്ഥിരം സ്ഥലത്ത് വട്ടം കൂടിയിരുന്ന് ലഹരിയൊക്കെ അടിച്ച് ദ്വീപിലെ പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് കാട്ടിൽ നിന്നും പൂച്ചകളുടെ വലിയൊരു കരച്ചിൽ അവർ കേൾക്കുന്നത്. വാറൻ തൻ്റെ കയ്യിലുള്ള ടോർച്ച് എടുത്ത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അടിച്ചു നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ തങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്നവൻ കണ്ടു. ഒരു നിമിഷം അവൻ ഭയന്ന് പോയെങ്കിലും പെട്ടെന്ന് ആ കണ്ണുകൾ അപ്രത്യക്ഷമായി. അതൊരു സാധാരണ മൃഗമായിരിക്കുമെന്ന് കരുതി അവൻ ആ സംഭവം മറന്നു കളഞ്ഞു. പിറ്റേന്ന് രാവിലെ നമ്മുടെ നായകൻ റൈലി ജയിൽവാസം കഴിഞ്ഞ് ഫെറി മാർഗം ദ്വീപിലേക്ക് വന്നിറങ്ങുകയാണ്. അമ്മ ആനി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛനും സഹോദരനും അവനെ സ്വീകരിക്കാൻ വരാൻ കഴിഞ്ഞില്ല, കാരണം അവർ മീൻ പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്നവർ അവനോട് പറയുന്നുണ്ട്. ഇതേ സമയം ദ്വീപിലൊരു കടുത്ത വിശ്വാസിയായ ബെവ്കീൻ അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ പഴയ പുരോഹിതനായ ഫാദർ പ്രൂയിറ്റിനെ കുറേ നാളെ കാണാനില്ലാത്തതിൻ്റെ വിഷമത്തിലാണ് അവർ. അദ്ദേഹം ഈ ഫെറിയിൽ തിരികെ വരുമെന്ന് ബെവ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ദ്വീപിലെ മറ്റൊരു പ്രധാന ക്യാരക്ടറായ എറിൻ ഗ്രീൻ എന്ന സ്കൂൾ ടീച്ചറെയാണ് നമ്മൾ കാണുന്നത്. എറിൻ ഗർഭിണിയാണ്. അവൾ ഡോക്ടർ സാറയുടെ അടുത്ത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനായി വന്നിരിക്കുകയാണ്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നും എല്ലാം നോർമലാണെന്നും ഡോക്ടർ അവളെ അറിയിക്കുന്നു. അവിടെ വെച്ചാണ് എറിൻ തിരികെ വന്ന റൈലിയെ കാണുന്നത്. അവർ പരസ്പരം നോക്കുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ പ്രായമായ അമ്മ അവിടേക്ക് വരുന്നത് അവിടെ ശ്രദ്ധയിരിക്കുന്നു. ഡോക്ടറുടെ അമ്മയ്ക്ക് ഡിമെൻഷ്യ എന്ന ഓർമ്മക്കുറവിൻ്റെ അസുഖമുണ്ട്. റൈലിയെ അവൻ്റെ അമ്മയെ ആനി പുതിയ ഷെരീഫിന് പോലീസ് ഓഫീസർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷെരീഫ് ഒമർ ഹസൻ. വളരെ സൗഹൃദപരമായാണ് ഷെരീഫ് റൈലിയോട് പെരുമാറുന്നത്.
അന്ന് രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടന്ന ജോ എന്നൊരു മദ്യപനെ ഷെരീഫ് വിളിച്ചുണർത്തുന്നു. ഒരു ഫ്രം വൈബ് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഒരു വലിയ ആൽബട്രോസ് പക്ഷി ആക്രമിക്കാൻ ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ടാണ് ജോ സ്റ്റേഷനിലേക്ക് ഓടി വന്നത്. അയാളുടെ ബോധം വന്നപ്പോൾ ഷെരീഫ് അയാളെ പറഞ്ഞയക്കുന്നു. ലോക്കപ്പിന് പുറത്ത് ജോയുടെ സ്വന്തം പട്ടി തൻ്റെ യജമാനു വേണ്ടി കാവൽ കിടപ്പുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന ബെവ്കീൻ ആ പട്ടിയെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ പട്ടി അപകടകാരിയാണ്, അതാരെ വേണമെങ്കിലും കടിക്കാം എന്ന് ബെവ് പറയുന്നുണ്ടെങ്കിലും ആരും അത് കാര്യമാക്കുന്നില്ല. റൈലിയും അമ്മയും വീട്ടിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ദ്വീപിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആനി റൈലിയോട് പറയുന്നുണ്ട്. അടുത്തിടെ കടലിൽ വലിയൊരു എണ്ണച്ചോർച്ച ഉണ്ടായി. അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാർക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ കോട്ട അനുസരിച്ച് മാത്രമേ മീൻ പിടിക്കാൻ കഴിയൂ. ഇത് ദ്വീപിലെ ആളുകളുടെ സാമ്പത്തിക നിലയെ വല്ലാതെ ബാധിച്ചു. പണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ ദ്വീപിൽ ഇപ്പോൾ വെറും 10-20 കുടുംബങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും നാടുവിട്ടുപോയി. ഇതേസമയം ദ്വീപിൽ വലിയൊരു കൊടുങ്കാറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സ്കൂളിൽ ഒരുക്കണമെന്ന് പുതിയ ഷെരീഫ് പറയുന്നു. എന്നാൽ ബെവ് ഇതിനെ എതിർക്കുന്നു. പള്ളിയിൽ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും എപ്പോഴേ തയ്യാറാണെന്നും സ്കൂളിലേക്ക് മാറ്റേണ്ട കാര്യമില്ലെന്നും ബെവ് വാദിക്കുന്നു. രാത്രിയിൽ റൈലിയുടെ കുടുംബം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. റൈലി അവരോട് തന്നെ ചില നിബന്ധനകളെക്കുറിച്ച് പറയുന്നുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ മെയിൻലാൻഡിൽ കരയിൽ പോയി ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യപാനം നിർത്താനുള്ള കൗൺസിലിംഗ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നവന് നിർബന്ധമാണ്. സംസാരത്തിനിടയിൽ വാറൻ പുതിയ സ്കൂൾ ടീച്ചറെ കുറിച്ച് പറയുന്നു. അത് എറിനാണ്. ഇതായിട്ട് റൈലി അത്ഭുതപ്പെടുന്നു. കാരണം എറിൻ എന്നുള്ളത് റൈലിയുടെ കുട്ടിക്കാലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവൾ ദ്വീപിൽ നിന്ന് പോയ ശേഷം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. മരണപ്പെട്ട അവളുടെ അമ്മയുടെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അവൾ സ്കൂൾ ടീച്ചറായി വന്നിരിക്കുന്നത്. എറിൻ തിരികെ ദ്വീപിൽ വന്നതും അവൾ ഗർഭിണിയാണെന്ന വാർത്തയും അവനെ ഞെട്ടിക്കുന്നു. അമ്മ ആനി അവിടുത്തെ പഴയ അച്ഛനായ ഫാദർ പ്രൂയിനെ കുറിച്ച് പറയുന്നുണ്ട്. വയസ്സായി ഓർമ്മക്കുറവൊക്കെ വന്നിട്ടും അദ്ദേഹം വിശുദ്ധ നാടുകളിലേക്ക് ഹോളി ലാൻഡിലേക്ക് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ വാറൻ പള്ളിയിൽ ആൾത്താരബാലനായി നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് അവന് നന്നായി അറിയാമായിരുന്നു. ഇതിനിടയിൽ റൈലി തൻ്റെ മാതാപിതാക്കളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നു. തനിക്കിനി പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. ഇത് കടുത്ത വിശ്വാസിയായ അവൻ്റെ അച്ഛൻ എഡിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി ബെവ്ക്വീൻ ഫാദർ പ്രൂയിഡിൻ്റെ വീടിൻ്റെ ജനലിൽ ഒരു വെളിച്ചം കാണുന്നു. അദ്ദേഹം തിരിച്ചെത്തിയോ എന്നറിയാൻ അവൾ ആകാംക്ഷയോടെ വീടിനുള്ളിലേക്ക് കയറുന്നു. പക്ഷെ അവിടെ അവളെ കാത്തിരുന്നത് തികച്ചും അപരിചിതനായ ഒരു പുതിയ പുരോഹിതനായിരുന്നു. അവൾ അത്ഭുതത്തോടെ അയാളെ നോക്കി നിൽക്കുന്നു. ഇതേ രാത്രിയിൽ തന്നെ കടൽ തീരത്തെ കാടുകളിൽ പൂച്ചകൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റൈലിയുടെ അച്ഛൻ അവനോട് സംസാരിക്കുന്നുണ്ട്. നീ ജയിലിന് ശേഷം നിന്റെ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയെങ്കിലും നീ ആ പള്ളിയിൽ വന്നിട്ട് വെറുതെ ആ ബെഞ്ചിൽ നിന്നിരിക്കണം എന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു. ഇതേസമയം ആ പുതിയ ഷെരീഫായ ഒമർ ഹസനും അദ്ദേഹത്തിൻ്റെ മകൻ അലി ഹസനും തങ്ങളുടെ വീട്ടിൽ നിസ്കരിക്കുകയാണ്. അറിയാലോ, അവർ ഇസ്ലാം മതവിശ്വാസികളാണ്. ഇതിനിടയിൽ നമ്മൾ മുമ്പേ കണ്ട ഡോക്ടർ സാറയുടെ പ്രായമായ അമ്മ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഡോക്ടറെ കാണുകയും അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ വാറിൻ്റെ കലാപരിപാടി. അവൻ ജനലിലൂടെ ഒളിച്ചു കടന്ന് തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത് റൈലി കാണുന്നുണ്ട്. അങ്ങനെ അവൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ആ പഴയ സ്വപ്നം കാണുന്നു. താൻ കൊന്ന പെൺകുട്ടിയുടെ മുഖവും താൻ ഒറ്റയ്ക്ക് ഒരു ബോട്ടിൽ ഇരിക്കുന്നതും അവൻ സ്വപ്നം കണ്ട് ഞെട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ പള്ളിയിലെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വീഞ്ഞൊഴിക്കുന്ന പാത്രങ്ങൾ എങ്ങനെയോ നിറഞ്ഞു നിൽക്കുന്നത് പള്ളിയിലെ സഹായികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ പള്ളിയിലെത്തി. പുതിയ പുരോഹിതൻ അകത്തേക്ക് വരുന്നു. ഫാദർ പോൾ ഹിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫാദർ പ്രൂയിറ്റിന് അസുഖം കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തെ മെയിൻലാൻഡിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും പകരക്കാരനായി തന്നെ അയച്ചതാണെന്നും ഫാദർ പോൾ എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും അദ്ദേഹം കുർബാന നൽകുന്നുണ്ട്. എന്നാൽ റൈലി മാത്രം അത് വാങ്ങാൻ വിസമ്മതിക്കുന്നു. അവന് താല്പര്യമില്ല. ഫാദർ പോൾ ദ്വീപിലെ എല്ലാ വിശ്വാസികളെയും അവരുടെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ഫാദർ പ്രൂയിറ്റ് തന്നോട് എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇതിന് കാരണമായി പറയുന്നത്. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയ എറിനൊപ്പം നടക്കാൻ റൈലി തീരുമാനിക്കുന്നു. അവർ പഴയ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പണ്ട് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണമെന്നായിരുന്നു രണ്ടുപേരുടെ ആഗ്രഹം. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് ശബ്ദം ചെയ്തവരാണ്. പക്ഷേ വിധി അവരെ വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചു. അപകടത്തിന് ശേഷം റൈലിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എറിനാണെങ്കിൽ തൻ്റെ ഭർത്താവുമായി പിരിഞ്ഞാണ് ജീവിക്കുന്നത്. ജയിലിൽ കിടന്ന സമയത്ത് താൻ എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങൾ വായിച്ചിരുന്നുവെന്നും എവിടെയെങ്കിലും ദൈവത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയെന്നും റൈലി എറിനോട് പറയുന്നു. പക്ഷെ അവസാനം താൻ നിരീശ്വരവാദിയായി മാറിയെന്ന സത്യം അവൻ അവളോട് തുറന്നു പറയുന്നു. തനിക്കിനി എന്ത് ചെയ്യണമെന്നോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ ഒരെത്തും പിടിയുമില്ലെന്നും അവൻ സങ്കടപ്പെടുന്നു. അന്ന് വൈകുന്നേരം ദ്വീപിലേക്ക് വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. ആ സമയത്ത് കടൽ തീരത്തൂടി പഴയ ഫാദർ പ്രൂയിറ്റിനെ പോലെ ഒരാൾ നടന്നു പോകുന്നത് റൈലി കാണുന്നു. എന്നാൽ അവൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ദ്വീപിലെ ജനങ്ങൾ കാണുന്നത് വളരെ ഭയാനകമായൊരു കാഴ്ചയാണ്. കടൽ തീരം മുഴുവൻ 100 കണക്കിന് പൂച്ചകൾ ചത്തു കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല.
ഇതിന് പക്ഷേ ഏതെങ്കിലും അസുഖം വന്നായിരിക്കുമെന്ന് ഷെരീഫ് പറയുന്നുണ്ടെങ്കിലും ആ പൂച്ചകളുടെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പോലും ഇല്ലായിരുന്നു എന്ന സത്യം അയാളെ ഞെട്ടിക്കുന്നു. താൻ രാത്രിയിൽ ഫാദർ പ്രൂറ്റിനെ കണ്ട കാര്യം റൈലി എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. പിന്നീട് റൈലി തൻ്റെ കൗൺസിലിങ്ങിനായി മെയിൻലാൻഡിലേക്ക് പോകുന്നു. ഇതേസമയം പള്ളിയിൽ ഫാദർ പോൾ കുർബാന നടത്തുന്നുണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മേരിയുടെ മകളായ ലിസയും ഉണ്ടായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ലിസയ്ക്ക് ഫാദർ കുർബാന നൽകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവളെ വീട്ടിലാക്കാൻ പോകുന്ന വഴിക്ക് ജോ എന്ന മദ്യപാനിയുടെ തോക്കിൽ നിന്നേറ്റ ഒരു ആക്സിഡൻ്റൽ ഗൺഷോട്ടാണ് എലിസയെ വീൽ ചെയറിലാക്കിയത് എന്ന സത്യം ഫാദർ പോൾ മനസ്സിലാക്കുന്നു. ആ ഒരു ദിവസം സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്നും ബേവ് കുറച്ച് എലിവിഷം എടുക്കുന്നത് എറിൻ കാണുന്നുണ്ട്. ദ്വീപിൽ എലികളുടെ ശല്യം കൂടിയതുകൊണ്ട് അവയെ കൊല്ലാനാണ് വിഷം കൊണ്ടുപോകുന്നതാണ് ബേവ് പറയുന്നത്. ഫാദർ പോൾ ഡോക്ടർ സാറുടെ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് കുർബാന നൽകാൻ വരുന്നു. അവിടെ വെച്ച് ആ പ്രായമായ അമ്മ ഫാദറിനെ നോക്കി പ്രൂയിറ്റ് എന്ന് വിളിക്കുന്നു. ഫാദർ പ്രൂയിറ്റ്. അമ്മയുടെ ഓർമ്മക്കുറവ് കൂടിയതുകൊണ്ടാകാം അങ്ങനെ വിളിക്കുന്നതെന്ന് ഡോക്ടർ സാറ പറയുന്നു. ഇതിനിടയിൽ റൈലിയും എറിനും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമാകുന്നു. അവർ പണ്ട് പ്രണയത്തിലായിരുന്നു എന്ന സൂചനകൾ കഥയിൽ കാണിക്കുന്നുണ്ട്. ഇതേസമയം റൈലിയുടെ അമ്മ ആനയുടെ കാഴ്ചശക്തി പെട്ടെന്ന് വളരെ മെച്ചപ്പെട്ടതായി അവർക്ക് തന്നെ തോന്നുന്നു. കണ്ണടയില്ലാതെ അവർക്കിപ്പോൾ നന്നായി കാണാൻ കഴിയുന്ന പോലെ. അങ്ങനെ ആഷ് വെഡ്നസ്ഡേ ദിവസം, അതായത് ഈസ്റ്റർ നോമ്പിൻ്റെ തുടക്കം, അന്ന് ഫാദർ പോൾ പള്ളിയിൽ വെച്ച് വളരെ ആവേശകരമായ ഒരു പ്രസംഗം നടത്തുന്നു. ദ്വീപിൻ്റെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരായ മീൻപിടുത്തക്കാരെക്കുറിച്ചും അദ്ദേഹം വാചാലനാവുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന വിരുന്നിനിടയിൽ റൈലി ഫാദറുമായി സംസാരിക്കുന്നുണ്ട്. അന്നും അവൻ താൻ ഫാദർ പോളിനെ കണ്ടുവന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. റൈലി കൗൺസിലിങ്ങിനായി മെയിൻലാൻഡിലേക്ക് പോയി ബുദ്ധിമുട്ടായിരിക്കാൻ ഈ ദ്വീപിൽ വെച്ച് തന്നെ താൻ അവന് വേണ്ടി കൗൺസിലിംഗ് നടത്താമെന്ന് ഫാദർ പോൾ ഏൽക്കുന്നു. കാരണം ഈ ദ്വീപിൽ മദ്യപാനത്തിനടിമയ വേറെയും ആളുകളുണ്ടല്ലോ. മറ്റേ ജോയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. എന്നാൽ പെട്ടെന്ന് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ജോയുടെ പട്ടി തറയിൽ കിടന്ന് എന്തോ ഒരു ഭക്ഷണം കഴിച്ച് തൽക്ഷണം ചത്തു വീഴുന്നു. എലിവിഷം ഉള്ളിൽ ചെന്നാണ് പട്ടി ചത്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് സ്കൂളിൽ വെച്ച് ബേവ് ഷെരീഫിനോട് തൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. എലികളെ കൊല്ലാൻ വെച്ച ശേഷം പട്ടി അബദ്ധത്തിൽ കഴിച്ചതാകാമെന്നും താൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും അവർ പറയുന്നു. ശേഷം രാത്രിയിൽ റൈലി ഫാദർ പോളിനെ കാണാൻ വരുന്നു. ഈ ബേവ്കിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് റൈലി ഫാദറിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എണ്ണക്കമ്പനി ദ്വീപിലെ വെള്ളം മലിനമാക്കിയപ്പോൾ അവർ കൊടുത്ത വലിയ നഷ്ടപരിഹാര തുക മുഴുവൻ പള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ ബേവ് ജനങ്ങളെ നിർബന്ധിപ്പിച്ച കാര്യം റൈലി പറയുന്നു. ഈ ലോകത്ത് മൊത്തം ഇതുതന്നെയാണ് അവസ്ഥ. സാധാരണക്കാരൊക്കെ ദരിദ്രരാകുന്നു, പള്ളികൾ കൂടുതൽ സമ്പന്നമാകുന്നു. റൈലി തുറന്നടിക്കുന്നു. കഷ്ടപ്പാടുകൾ മനുഷ്യനെ ശുദ്ധീകരിക്കും എന്ന മതങ്ങളുടെ വാദത്തെയും അവൻ കഠിനമായി എതിർക്കുന്നു. അങ്ങനെ അന്ന് രാത്രി എറിൻ തൻ്റെ വീടിന് പുറത്ത് അസാധാരണമായ ഒരു രൂപത്തെ കാണുന്നു. ഒപ്പം തൻ്റെ ശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്ന കണ്ടവൾ വളരെ പാനിക്കായി ഡോക്ടർ സാറയുടെ അടുത്തേക്ക് ഓടുന്നു. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ അവളെ ആശ്വസിപ്പിക്കുന്നു. രാത്രിയിൽ കണ്ടത് വെറുമൊരു തോന്നലായിരിക്കാമെന്നും സാറ പറയുന്നു. ഇതേസമയം വഴിയുടെ പോകുകയായിരുന്ന വാറൻ്റെയും കൂട്ടുകാരുടെയും ആ ലഹരി മരുന്ന് ഡീലർ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്താണെന്നറിയാൻ അവനകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ വെച്ച് അവന് വീട്ടിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നു. പിറ്റേന്ന് കുർബാനയ്ക്കിടയിൽ ഫാദർ പോൾ എലിസയെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. പെട്ടെന്നൊരു നിമിഷം അദ്ദേഹം എലിസയോട് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ അടുത്തേക്ക് നടന്നു വന്ന് കുർബാന വാങ്ങാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, വർഷങ്ങളായി തളർന്ന എലിസ തൻ്റെ കാലുകളിൽ പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയും നടന്ന് ഫാദറിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും ഈ അത്ഭുതം കണ്ട് ഞെട്ടി തരിച്ചുപോയി. ഈ ഫാദറുടെ ദൈവതുല്യനെ കാണാൻ ഇതിലും വലുത് വേറൊന്നും വേണ്ടല്ലോ. തുടർന്ന് രാത്രിയിൽ ഫാദർ പോൾ പള്ളിയിലെ കുമ്പസാരക്കൂട്ടിലിരുന്ന് തന്നോട് തന്നെ സംസാരിക്കുകയാണ്. താൻ ജനങ്ങളോട് കള്ളം പറയുകയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. കാരണം ഫാദർ പ്രൂയിറ്റിൻ്റെ അസുഖം വളരെ ഗുരുതരമായിരുന്നു. വിശുദ്ധ നാടുകളിലെ യാത്രയ്ക്കിടയിൽ അദ്ദേഹം പലപ്പോഴും സംഘത്തിൽ നിന്ന് പിന്നിലായി പോയിരുന്നു. ഈ സത്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതില്ല എന്നാണ് പോളിൻ്റെ പക്ഷം. എലിസയ്ക്ക് നടക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ വലിയൊരു അത്ഭുതമായി കണ്ടു തുടങ്ങി. അതോടെ പള്ളിയിൽ വരുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടി. ക്രോക്കറ്റ് ഐലൻഡിൽ വലിയൊരു ആത്മീയ ഉണർവ് തന്നെ സംഭവിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഫാദർ പോളിന് പെട്ടെന്ന് സുഖമില്ലാതാകുന്നു. അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്നത് ബേവ് കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ ഫാദറിൻ്റെ മുറിയിലെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പഴയ ഫാദർ പ്രൂയിറ്റിൻ്റെ ഒരു പത്രവാർത്ത ബേവ് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ ബേവിന് ചില സംശയങ്ങൾ തോന്നുന്നു. ഡോക്ടർ സാറ എലിസയെ പരിശോധിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ അത്ഭുതം സംഭവിച്ചതെന്ന് മെഡിക്കൽ സയൻസിനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. അവളെ മെയിൻലാൻഡിൽ കൊണ്ടുപോയി കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും എലിസയുടെ മാതാപിതാക്കൾ അതിനെ ശക്തമായി എതിർക്കുന്നു. കാരണം ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ. പിന്നീടൊരു സമയം ഡോക്ടർ കാണുന്നത് തൻ്റെ ഓർമ്മ നശിച്ച ആ അമ്മ സ്വന്തമായി നടന്ന് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിൽക്കുന്നതാണ്. ഇതും വലിയൊരു അത്ഭുതമായിരുന്നു. പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് ബെവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഫാദർ പോളിനത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഈ സംഭവങ്ങൾ പുറം ലോകം അറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല.
എലിസ ഇത്രയും കാലം എഴുന്നേറ്റ് നടക്കാതിരുന്നത് ഡോക്ടർമാരുടെ പഴയ പരിശോധനയിലെ തെറ്റാകാമെന്നാണ് റൈലി ഉൾപ്പെടെ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി റൈലിയുടെ വീട്ടിലും ഒരത്ഭുതം നടക്കുന്നു. അവൻ്റെ അച്ഛന് വർഷങ്ങളായി ഉണ്ടായിരുന്ന നടുവേദന പെട്ടെന്ന് മാറുന്നു. സന്തോഷം കൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം ഡാൻസ് കളിക്കുന്നു. ഇതേ സമയം എലിസ തൻ്റെ ഫ്രണ്ടായ വാറിനെ കാണാൻ വരുന്നുണ്ട്. അവർ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. റൈലി തൻ്റെ ഇൻട്രസ്റ്റായ എറിനെയും പോയി കാണുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പള്ളിയിൽ നടക്കുന്ന കുർബാനയ്ക്കിടയിൽ ഫാദർ പോൾ വീഞ്ഞിൻ്റെ കൂടെ ഏതോ ഒരു ദ്രാവകം കലർത്തുന്നത് വാറൻ രഹസ്യമായി കാണുന്നുണ്ട്. പിന്നീട് പ്രസംഗത്തിനിടെ ഫാദർ പോൾ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുന്നു. ഇവിടെ വെച്ച് സീരീസ് നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഫാദർ പോളിൻ്റെ കുംഭസാരത്തിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നു. ഫാദർ പ്രൂയിറ്റ് വിശുദ്ധ നാടുകളിൽ ജെറുസലേമിൽ സന്ദർശനം നടത്തുന്ന സമയം വഴിതെറ്റി അദ്ദേഹം ഒരു വലിയ മണൽക്കാറ്റിൽ പെടുന്നു. രക്ഷപ്പെടാനായി അദ്ദേഹം ഡമാസ്കസിനടുത്തുള്ള പുരാതനമായൊരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. ഇരുട്ടുനിറഞ്ഞ ആ ഗുഹയിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ഭയാനകമായൊരു ആക്രമണം ഉണ്ടാകുന്നു. ഒരു വലിയ രാക്ഷസ രൂപം, വാമ്പയർ അല്ലെങ്കിൽ ഡീമൺ, അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കുന്നു. അതിനുശേഷം ആ ജീവി അതിൻ്റെ തന്നെ രക്തം ഫാദറിനെ കൊണ്ട് കുടിപ്പിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ ഫാദർ പ്രൂയിറ്റ് കാണുന്നത് താൻ ഒരു ചെറുപ്പക്കാരനായി മാറിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളും ഓർമ്മക്കുറവും എല്ലാം മാറിയിരുന്നു. താൻ രക്ഷിച്ച ആ ജീവി ദൈവത്തിൻ്റെ മാലാഖയാണെന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. ആ മാലാഖയെ തന്നോടൊപ്പം തൻ്റെ ദ്വീപിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ സത്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫാദർ പോൾ എന്ന പേരിൽ ക്രോക്കറ്റ് ഐലൻഡിൽ എത്തിയത്. യഥാർത്ഥത്തിൽ ഫാദർ പോളും ഫാദർ പ്രൂയിറ്റും ഒരാൾ തന്നെയായിരുന്നു. മുന്നേ ആ ഡോക്ടറുടെ അമ്മ ഫാദർ പോളിനെ നോക്കി പ്രൂയിറ്റ് എന്ന് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ബോധം കേട്ട് വീണ ഫാദർ പോൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ഡോക്ടർ സാറ അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ടെങ്കിലും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഡോക്ടറെ തിരിച്ചയക്കുന്നു. ഇതിനിടയിൽ ഷെരീഫായ ഹസൻ തൻ്റെ മകൻ അലിയുടെ കയ്യിൽ നിന്നും ഒരു ബൈബിൾ കണ്ടെടുക്കുന്നു. തൻ്റെ മകൻ ക്രിസ്തു മതത്തിലേക്ക് ആകർഷണനാകുന്നത് ഷെരീഫിനെ ഭയപ്പെടുത്തുന്നു. അന്ന് ലിസ ജോയെ കാണാൻ പോകുന്നുണ്ട്. ജോയുടെ തോക്കിൽ നിന്നിട്ട് വെടിയാണ് തന്നെ തളർത്തി എന്നതുകൊണ്ട് അവൾക്ക് അയാളോട് കടുത്ത വെറുപ്പായിരുന്നു. എന്നാൽ അവൾ തൻ്റെ വെറുപ്പ് ഉപേക്ഷിച്ച് ജോയോട് ക്ഷമിക്കുന്നു. ഇത് ജോയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുവെന്നും ഇനി നല്ലൊരു മനുഷ്യനെ ജീവിക്കണമെന്നും അയാൾ തീരുമാനിക്കുന്നു. അതിനായി അയാൾ റൈലിയോടൊപ്പം കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നു. അന്ന് രാത്രി അലി തൻ്റെ അച്ഛനോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിക്കുകയാണ്. ഷെരീഫ് അത് കർശനമായി വിലക്കുന്നുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണെന്നും അവരുടെ പള്ളിയിൽ പോകാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ മരിച്ചുപോയ തൻ്റെ അമ്മ അവസാന നിമിഷം വരെ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവം അവരെ രക്ഷിച്ചില്ലല്ലോ എന്ന് അലി ചോദിക്കുന്നു. ഇതിന് ഷെരീഫിന് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഷെരീഫ് ജനലിലൂടെ ഒരു വെളുത്ത മുഖം കണ്ട് പേടിച്ച് പുറകോട്ട് മാറുന്നുണ്ട്. എന്നാൽ വീണ്ടും നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം പള്ളിയിൽ വെച്ച് ഫാദർ പോൾ വീണ്ടും രക്തം ഛർദ്ദിച്ച് നിലത്ത് വീഴുന്നു. ഇത്തവണ അദ്ദേഹം മരിച്ചു പോകുന്നു. എന്നാൽ അമ്പരം നിൽക്കുന്ന ബെവിൻ്റെ മുന്നിൽ വെച്ച് കുറച്ച് നേരത്തിന് ശേഷം ഫാദർ വീണ്ടും ജീവന് എഴുന്നേൽക്കുകയാണ്. ഒരു വാമ്പയറിനെ പോലെ, രക്തരക്ഷസിനെ പോലെ അദ്ദേഹം പുനർജനിക്കുകയായിരുന്നു. പിറ്റേന്ന് എറിൻ സ്കാനിങ്ങിനായി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവൾക്ക് വലിയൊരു ഷോക്ക് കിട്ടുന്നു. അവളുടെ ഗർഭപാത്രം ശൂന്യമാണ്. കുഞ്ഞിനെ എങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നു? ഇത്രയും മാസം വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് എങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലാകുന്നില്ല. എറിൻ ആകെ തകർന്നു പോകുന്നു. ഇതേസമയം പള്ളിയിലുണ്ടായ ചില സംഭവങ്ങളുടെ പേരിൽ കുർബാന മാറ്റിവെച്ചതായി ബെവ് എല്ലാവരെയും അറിയിക്കുന്നു. ബെവിൻ്റെ ഹെൽപ്പറായ സ്ത്രീ ഫാദർ പോളിനും പഴയ ഫാദർ പ്രൂയിറ്റും തമ്മിലുള്ള അസാമാന്യ സാമ്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു അത്ഭുതമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ബെവ് ഫാദറിൻ്റെ മുറിയിൽ പോകുമ്പോൾ കാണുന്നത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഫാദറിൻ്റെ ശരീരം പൊള്ളുന്നതാണ്. തനിക്കുള്ളിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഫാദർ വിശ്വസിക്കുന്നത്. റൈലി തൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നു. അച്ഛൻ തന്നോട് ദേഷ്യപ്പെട്ടതിനെല്ലാം മാപ്പ് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ സാറയുടെ അമ്മ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. അവരുടെ ഓർമ്മക്കുറവ് പൂർണ്ണമായും മാറി. ഒരു ദിവസം സാറ തൻ്റെ ലാബിലിരിക്കുമ്പോൾ സൺലൈറ്റ് അടിച്ച എറിൻ്റെ രക്തസാമ്പിൾ പെട്ടെന്ന് തിളച്ചുപൊട്ടി ചാമ്പലാകുന്ന കണ്ട് അവൾ ഞെട്ടുന്നു. ഈ സമയം തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട സങ്കടത്തിൽ ഈ എറിൻ റൈലിയോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. അവൾ തൻ്റെ പഴയ കാലത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു. റൈലാകട്ടെ അവളോട് തൻ്റെ പേടിപ്പെടുത്തുന്ന ആ ഹോണ്ടിങ് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. ഇതിനിടയ്ക്ക് ഫാദർ പോൾ പ്രാർത്ഥനകളെ ചൊല്ലാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അദ്ദേഹം തൻ്റെ കൈ മുറിച്ച് സ്വന്തം ചോര കുടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ജോ കൗൺസിലിങ്ങിനായി ഫാദറിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഫാദർ വീഞ്ഞു കുടിക്കുന്ന അയാൾ കാണുന്നുണ്ട്. എന്നാൽ വൈകാതെ ഭിത്തിയിലിരിക്കുന്ന പ്രൂയിറ്റിൻ്റെ ഫോട്ടോ കണ്ട് ജോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ ഫാദർ പോൾ ജോയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭയന്നുപോയി ജോ പുറകോട്ട് മാറി വീഴുകയും തലയിടിച്ച് മരിക്കുകയും ചെയ്യുന്നു. നിലത്ത് കിടക്കുന്ന ജോയുടെ തലയിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ട് ഫാദർ പോളിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരു വന്യമൃഗത്തെ പോലെ ആ രക്തം കുടിക്കാൻ തുടങ്ങുകയാണ്. റൈലി എറിനുമായി സംസാരിക്കുന്നു. തൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ താൻ കൊന്ന പെൺകുട്ടിക്ക് പകരം എറിനാണ് വരുന്നതെന്ന് അവൻ പറയുന്നു. എറിനെ കൂടുതൽ പരിശോധനകൾക്കായി മെയിൻലാൻഡിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു.
ജോയുടെ മൃതദേഹത്തിന് അരികിൽ നിൽക്കുന്ന ഫാദറിനെയാണ് ബേവ് കാണുന്നത്. ഇതെല്ലാം ഒരു വലിയ അത്ഭുതത്തിൻ്റെ തുടക്കമാണെന്നും ഫാദർ ചെയ്തതിൽ തെറ്റില്ലെന്നും വിശ്വസിക്കുന്ന ബേവ് മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യാൻ സഹായികളെ ഏൽപ്പിക്കുന്നു. വൈകുന്നേരം കൗൺസിലിംഗ് മീറ്റിംഗിൽ ജോ വരാത്തതിനെക്കുറിച്ച് റൈലി ചോദിക്കുമ്പോൾ ജോ തൻ്റെ സഹോദരിയെ കാണാൻ പോയതാണെന്ന് ഫാദർ കളവ് പറയുന്നു. എന്നാൽ ജോയുടെ സഹോദരി മരിച്ചുപോയെന്ന സത്യം റൈലിക്ക് അറിയായിരുന്നു. ഫാദർ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കിയ റൈലി മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ അവൻ ഈ കാര്യം അമ്മയോട് പറയുന്നുണ്ട്. അന്ന് രാത്രി ഫാദർ പോളിൻ്റെ അടുത്തേക്ക് ആ മാലാഖ വരുന്നു. അത് തൻ്റെ രക്തം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നേരിട്ട് കണ്ട് ചോദിക്കാനായി റൈലി പള്ളിയിലേക്ക് വരുന്നു. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതും ആ രാക്ഷസരൂപം റൈലി ആക്രമിക്കുന്നത് ഒന്നിച്ചായിരുന്നു. പിറ്റേന്ന് രാവിലെ റൈലിയെ കാണാതായതോടെ എറിൻ പോലീസിൽ പരാതി നൽകി. റൈലി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കാം എന്നാണ് ഷെരീഫ് പറയുന്നത്. തുടർന്ന് ദുഃഖവെള്ളി ദിവസത്തെ കുർബാനയിൽ ഫാദർ പോൾ വളരെ തീവ്രമായൊരു പ്രസംഗം നടത്തുന്നു. ദൈവത്തിൻ്റെ പോരാളികളായി മാറാൻ അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ഈ മാറ്റങ്ങൾ ആ ഡോക്ടറുടെ അമ്മയെ മിൽഡ്രഡിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ തൻ്റെ മകളെ ഇനി പള്ളിയിൽ പോകരുതെന്ന് വിലക്കുന്നു. ഇതിനിടെ ആ ഡ്രഗ് ഡീലറുടെ അമ്മ അവനെ കാണാതെ വിവരമെന്ന് പോലീസിനെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ സാറുടെ അമ്മയെ മിൽഡ്രഡിന് അവരുടെ പ്രായമായ അപ്പിയറൻസിൽ നിന്നും ചെറുപ്പാലത്തേക്കുള്ളൊരു മാറ്റം പോലെ തോന്നുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. അന്ന് രാത്രി ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുകയാണ്. റൈലി എറിനെ കാണാൻ വരുന്നു. അവൻ അവളെയും കൂട്ടി ഒരു ചെറിയ ബോട്ടിൽ കടലിൻ്റെ നടുവിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവളോട് തുറന്നു പറയുകയാണ്. ആ മാലാഖ ആക്രമിച്ചതിന് ശേഷം റൈലി മരിച്ചിരുന്നു. എന്നാൽ ഫാദർ പോൾ അവന് മാലാഖയുടെ രക്തം നൽകി അവനെ പുനർജീവിപ്പിച്ചു. താനൊരു വാമ്പയറായി മാറിയെന്നും ഇനി ഒരിക്കലും തനിക്ക് സൂര്യപ്രകാശത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നും അവൻ എറിനോട് പറയുന്നു. ഫാദർ പോൾ ഈ മാലാഖയുടെ ചോര പള്ളിയിലെ വീഞ്ഞിൽ കലർത്തി ദ്വീപിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നും അതാണ് എല്ലാവർക്കും അസുഖം മാറാൻ കാരണമെന്നും റൈലി എറിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ജോയെ കൊന്നത് ഫാദർ തന്നെയാണെന്ന സത്യവും അവൻ വെളിപ്പെടുത്തുന്നു. ബേവ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുകയാണ്. റൈലിക്ക് മനുഷ്യരുടെ രക്തം കുടിക്കാനുള്ള ആർത്തി വരുന്നുണ്ടെങ്കിലും അവൻ എന്നെ നിയന്ത്രിക്കുകയാണ്. താൻ ഒരിക്കലും ഒരു രാക്ഷസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ തീരുമാനിച്ചു. എറിനോട് തനിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്നും അവൾ എത്രയും പെട്ടെന്ന് ഈ ദ്വീപ് വിട്ട് പോകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. ബോട്ടിലിരിക്കെ റൈലിയുടെ മേൽ സൂര്യപ്രകാശം വീണു. അവൻ പുഞ്ചിരിയോടെ താൻ കൊന്ന പെൺകുട്ടിയെ സ്വപ്നം കാണുന്നു. അടുത്ത നിമിഷം സൂര്യൻ്റെ ചൂടിൽ റൈലി കത്തി ചാമ്പലാകുന്നു. തൻ്റെ കൺമുന്നിൽ റൈലി എരിഞ്ഞടങ്ങുന്ന കണ്ട് എറിൻ അലറിക്കരയുന്നു. അവളെന്തായാലും തിരികെ കരയിലേക്ക് വന്ന് നേരെ ഡോക്ടർ സാറുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറേയും ചില കാര്യങ്ങൾ എറിനെ കാണിക്കുന്നുണ്ട്. എറിൻ്റെ രക്തം വെയിലത്ത് വെച്ചാൽ കത്തിപ്പോകുമെന്ന സത്യം അവൾ നേരിട്ട് കാണുന്നു. മൊത്തം അറിഞ്ഞത് വെച്ച് പള്ളിയിലെ വീഞ്ഞിലൂടെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ വാമ്പയർ വൈറസ് പടർന്നിരിക്കുകയാണെന്ന് ഡോക്ടർ സാറ വിശദീകരിക്കുന്നു. എറിൻ്റെ ഗർഭപാത്രത്തിലെ കുഞ്ഞ് ഒരു അന്യവസ്തു ആയതുകൊണ്ടാണ് ആ വൈറസ് അതിനെ നശിപ്പിച്ചതെന്നും ഡോക്ടർ പറയുന്നു. റൈലി മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ചില കത്തുകൾ മേയറായ വെയ്ഡ് ഫാദർ പോളിനെ ഏൽപ്പിക്കുന്നുണ്ട്. റൈലി മരിച്ച വിവരം എറിൻ റൈലിയുടെ അമ്മ ആനിയോട് പറയുന്നെങ്കിലും അവരിത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ ഈ വിവരങ്ങൾ ഷെരീഫിനോട് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹവും അത്ര കാര്യമാക്കുന്നില്ല. കാരണം ദ്വീപിലെ ജനങ്ങൾ ഇതിനകം തന്നെ മതഭ്രാന്തിലെത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ എറിനും സാറയും മിൽഡ്രഡും തീരുമാനിക്കുന്നു. എന്നാൽ ദ്വീപിലെ എല്ലാ ബോട്ടുകളും ഫെറികളും മേയുടെ നിർദ്ദേശപ്രകാരം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. രാത്രിയായപ്പോൾ ദ്വീപിലെ കറണ്ടും മൊബൈൽ ടവറുകളും ബെവിൻ്റെ ആളുകൾ കട്ട് ചെയ്യുകയാണ്. എന്തു വന്നാലും നേടാൻ ഉറപ്പിച്ച് എറിൻ അന്ന് രാത്രി പള്ളിയിലെ മിഡ് നൈറ്റ് മാസിന് പോകാൻ തീരുമാനിക്കുന്നു. ഷെരീഫിൻ്റെ മകൻ അലിയും അച്ഛൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ വാശി പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മെഴുകുതിരികളും കത്തിച്ച് പാട്ടുകൾ പാടി പള്ളിയിലേക്ക് നടക്കുന്നു. കുർബാന തുടങ്ങിയപ്പോൾ ഫാദർ പോൾ എല്ലാവരോടുമായി തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയാണ്. താൻ തന്നെയാണ് ഫാദർ പ്രൂയിറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണെന്നും എല്ലാവരുടെയും സിരകളിൽ ഓടുന്നത് പുണ്യരക്തമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ശേഷം അദ്ദേഹം ഒരാളെ മുന്നിലേക്ക് വിളിച്ച് ഒരു കപ്പ് വിഷം കുടിക്കാൻ ആവശ്യപ്പെടുകയാണ്. അയാളത് കുടിച്ച് തൽക്ഷണം മരിച്ചു വീഴുന്നു. ഇതുകൊണ്ട് പേടിച്ച ആളുകൾ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ വാതിൽക്കൽ ആ ഭയാനകരമായ മാലാഖ ഏഞ്ചൽ നിൽപ്പുണ്ടായിരുന്നു. അതോടെ എല്ലാവരും ഉള്ളിൽ കുടുങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വിഷം കുടിച്ച് മരിച്ച ആൾക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയും അവനൊരു വാമ്പയറായി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ബെവും കൂട്ടാളികളും എല്ലാവർക്കും വിഷം നിറച്ച കപ്പുകൾ നൽകാൻ തുടങ്ങി. ഷെരീഫാകട്ടെ തൻ്റെ മകനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അലി അതിന് തയ്യാറാകുന്നില്ല. തനിക്ക് ദൈവത്തോടൊപ്പം നിൽക്കണമെന്നാണ് അവൻ പറയുന്നത്. ഗതിയില്ലാതെ ഷെരീഫ് ഹസൻ തൻ്റെ തോക്കെടുത്ത് എല്ലാവരെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിശ്വാസികൾ കൂട്ടത്തോടെ വന്ന് അയാളെ ആക്രമിച്ച് താഴെയിടുന്നു. ഷെരീഫിൻ്റെ കൺമുന്നിൽ വെച്ച് മകൻ അലി ആ വിഷം കുടിച്ച് മരിച്ചു വീഴുകയാണ്. എലിസയുടെ മാതാപിതാക്കളും ആ വിഷം കുടിക്കുന്നു. എന്നാൽ എലിസ അതിന് തയ്യാറാകുന്നില്ല. ചുറ്റും ഭയാനകമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ചിലർ സ്വയം വിഷം കുടിച്ച് മരിക്കുന്നു. മറ്റു ചിലർ അതിൽ നിന്ന് മോടി മാറാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് മിൽഡ്രഡ് ഷെരീഫിൻ്റെ തോക്കെടുത്ത് ഫാദർ പോളിൻ്റെ തലയിലേക്ക് വെടിവെക്കുകയാണ്. ഉടൻ തന്നെ ആ മാലാഖ വന്ന് മിൽഡ്രഡിനെ റാഞ്ചിക്കൊണ്ട് പള്ളിക്ക് പുറത്തേക്ക് പറന്നു പോകുന്ന ഒരു ഭീകര നിമിഷം.
ബെവാട്ടെ പള്ളിയുടെ വാതിലുകളെല്ലാം അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയാണ്. വൈകാതെ തന്നെ അലിയും മറ്റാളുകളെല്ലാം വാമ്പയറുകളായി പുനർജനിക്കുന്നു. വിഷം കുടിക്കാത്ത ബാക്കിയുള്ളവരെ അവർ ക്രൂരമായി ആക്രമിച്ച് അവരുടെ രക്തം കുടിക്കാൻ തുടങ്ങുകയാണ്. പള്ളിയിലാകെ നിലവിളികളും ചോരപ്പുഴകളും മാത്രമായി. ഇതിനിടയിൽ എറിൻ, ഡോക്ടർ സാറ, ഷെരീഫ് ഹസൻ, ലീസ, പാറൻ, റൈലിയുടെ അമ്മ ആനി എന്നിവർ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവരെ തടയാൻ വന്ന ബെവിനെ എറിൻ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഒടുവിൽ. കുറച്ചു കഴിഞ്ഞ് ഫാദർ പോളിന് ബോധം വരുന്നുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ബെവും ഒരു വാമ്പയറെ എഴുന്നേൽക്കുന്നു. പള്ളിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കൊന്നു തിന്നാൻ ബെവ് മറ്റു വാമ്പയറുകളോട് കൽപ്പിക്കുകയാണ്. താൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൽ നിരാശനായ ഫാദർ പോൾ തൻ്റെ പുരോഹിത വസ്ത്രമെല്ലാം അഴിച്ചുവെച്ച് രക്തത്തിൽ കുളിച്ച ആ പള്ളിയുടെ ആൾത്താരയിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ദ്വീപിലെങ്ങും ആളുകളുടെ നിലവിളികൾ കേൾക്കാം. പുനർജനിച്ചവർ തങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ കൊന്നു തിന്നുകയാണ്. രക്ഷപ്പെട്ട എറിനും സംഘവും ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. വാറൻ തൻ്റെ കനോയി, ആ ചെറിയ വഞ്ചി, ദ്വീപിൻ്റെ അറ്റത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. വാമ്പയറുകൾ ബോട്ടുകളെല്ലാം കേടുവരുത്തിയത് എന്തിനാണെന്ന് എറിൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഈ ദ്വീപ് വിട്ടിനി മെയിൻ ലാൻഡിലേക്ക് പോകണം. അവിടെയുള്ള എല്ലാവരെയും ഇതുപോലെ വാമ്പയറുകളാക്കി മാറ്റാനാണ് അവരുടെ പദ്ധതി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇവർ ഒളിച്ചിരിക്കുന്ന ആ വീടിനുള്ളിലേക്ക് ഒരു തീബന്ധം വന്ന് വീഴുന്നു. വീടിന് തീ പിടിക്കുന്നു. അത് ബെവായിരുന്നു. തന്നെ വെടിവെച്ച് എറിനോട് പ്രതികാരം ചെയ്യാനാണ് അവൾ വന്നത്. എല്ലാവരെയും രക്ഷപ്പെടാൻ സഹായിക്കാനായി ആനി സ്വയം മുന്നോട്ട് വരികയും ബെവിനെ കളിയാക്കുകയും ചെയ്യുന്നു. അവസാനം ആനി സെഡ്യൂസ് ചെയ്ത് മറ്റു വാമ്പയറുകൾക്ക് സ്വന്തം രക്തം നൽകി സ്വയം ഇരയാകുന്നു. ഇതേസമയം ഫാദർ പ്രൊയിറ്റിൻ്റെ പൂർണ്ണമായ കഥ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഡോക്ടറായ സാറ യഥാർത്ഥത്തിൽ ഫാദർ പ്രൊയിറ്റിൻ്റെയും മിൽഡ്രഡിൻ്റെയും മകളായിരുന്നു. പണ്ടവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ ഒരു പുരോഹിതന് കുടുംബം ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ട് ആ രഹസ്യം അവർ മൂടിവെച്ചു. തനിക്ക് പ്രായമായപ്പോൾ തൻ്റെ സ്നേഹഭാചനമായ മിൽഡ്രഡിനെയും മകളെയും തിരികെ നേടാനും അവരെക്കാലവും ജീവിപ്പിക്കാനും വേണ്ടിയാണ് ഫാദർ ആ മാലാഖയെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെട്ടവർ പല വഴിക്കായി പിരിയുന്നു. വാമ്പയറുകൾ മെയിൻലാൻഡിലേക്ക് പോകാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബോട്ടുകൾ കത്തിക്കാൻ മുതിർന്നവർ പോകുന്നു. കൂട്ടത്തിലെ കുട്ടികളായ എലിസയും വാറനും അവരുടെ വഞ്ചി ലക്ഷ്യമാക്കി ഓടുന്നു. പോകുന്ന വഴിയിൽ അവർ ഒളിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ വെച്ച് ആ ഭീകരനായ മാലാഖയെ കാണുന്നുണ്ട്. അത് ഒരാളുടെ ചോര കുടിക്കുകയായിരുന്നു. എലിസനെ വെടിവെക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും സംഭവിക്കുന്നില്ല. അവർ ആ വീടിന് തീ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മാലാഖ തീയിൽ നിന്നും പറന്നുയരുകയാണ്. അധികാരം കയ്യിലെടുത്ത ബെവാകട്ടെ വാമ്പയറുകൾക്ക് പകൽ സമയം ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ദ്വീപിലെ ബാക്കിയുള്ള എല്ലാ വീടുകളും കെട്ടിടങ്ങളും കത്തിക്കാൻ അവൾ ഉത്തരവിടുന്നു. നോഹയുടെ പെട്ടകം പോലെ തങ്ങൾ മാത്രം ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അവളുടെ വിശ്വാസം. ബോട്ടുകളെല്ലാം കത്തിച്ച് വിവരം പറഞ്ഞ ബെവ് ആകെ ദേഷ്യത്തിലാണ്. എലിസയും വാറനും വിജയകരമായി വഞ്ചിയിൽ കയറി കടലിലേക്ക് പോകുന്നു. പള്ളിയിലേക്ക് എത്തിയ സാറ പള്ളി മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഫാദർ താൻ സാറയുടെ അച്ഛനാണെന്ന സത്യം അവളോട് പറയുന്നു. എന്നാൽ ബെവിൻ്റെ ആളുകളിൽ ഒരാൾ സാറയെ വെടിവെക്കുകയാണ്. വീണെടുക്കുന്ന സാറയെ രക്ഷിക്കാൻ ഫാദർ തൻ്റെ രക്തം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു വാമ്പയറെ ജീവിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ മരിക്കുന്നു. സങ്കടത്തോടെ ഫാദറും മിൽഡ്രഡും സാറയുടെ ബോഡിയും എടുത്ത് പള്ളി കത്തിച്ചതിന് ശേഷം അവിടുത്തെ പാലത്തിനടുത്തേക്ക് പോകുന്നു. ബെവ് തയ്യാറാക്കിയിട്ടുള്ള ഷെൽട്ടറിലേക്ക് ഷെരീഫ് വന്ന് പെട്രോൾ ഒഴിക്കുന്നുണ്ട്. എന്നാൽ ബെവ് അയാളെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഈ സമയം അവിടേക്ക് എത്തിയ എറിനെ ആ മാലാഖ റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. താഴെ വീണ ഷെരീഫിൻ്റെ കയ്യിൽ നിന്നും അലി ലൈറ്റർ എടുത്തിട്ട് ആ ഷെൽട്ടറിലേക്ക് എറിയുന്നു. അത് വലിയൊരു പൊട്ടിത്തെറിയുടെ കത്തി അമരുന്നു. ഇനി സൂര്യൻ ഉദിച്ചാൽ ഒളിച്ചിരിക്കാൻ ദ്വീപിൽ ഒരിടം പോലും ഇല്ല. വാമ്പയേഴ്സായി മാറിയ ദ്വീപിലെ ജനങ്ങൾ തങ്ങൾക്ക് മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നു. എറിൻ്റെ കാര്യം നോക്കിയാൽ തൻ്റെ രക്തം കുടിക്കുന്ന ആ മാലാഖയുടെ ചിറകുകൾ അവളൊരു കത്തി ഉപയോഗിച്ച് കീറി മുറിക്കുന്നുണ്ട്. ചിറകുകൾ തകർന്നുകൊണ്ട് അതിന് വേഗത്തിൽ പറക്കാൻ കഴിയില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതിന് കരയിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ എറിൻ പുഞ്ചിരിയോടെ മരിക്കുന്നു. സമാധാനത്തോടെ ഷെരീഫും മകനും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതരം ഫാദറും മിൽഡ്രഡും സാറയുടെ ശരീരത്തിനരികിലിരുന്ന് മരണം കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നു. വെളിച്ചം വീണതും ദ്വീപിലെ ജനങ്ങളെല്ലാം ഒന്നൊന്നായി കത്തി ചാമ്പലാകാൻ തുടങ്ങി. അലിയും റൈലിയുടെ അച്ഛനും അമ്മയും ഫാദർ പ്രൊയിറ്റും എല്ലാവരും എരിഞ്ഞടങ്ങുന്നു. മരണത്തെ ഭയന്ന ബെവ് മണലിൽ കുടിയുണ്ടാക്കി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളും കത്തിത്തീരുന്നു. കടലിൽ വളരെ ദൂരെ വഞ്ചിയിലിരിക്കുന്ന എലിസയും വാറനും ഈ ദാരുണമായ കാഴ്ചകൾ നോക്കി കാണുകയാണ്. ദ്വീപ് മുഴുവൻ കത്തി നശിച്ചു. പെട്ടെന്ന് എലിസ വാറനോടൊരു കാര്യം പറയുന്നു. അവൾക്കിപ്പോൾ അവളുടെ കാലുകളിൽ സ്പർശനം അറിയാൻ കഴിയുന്നില്ല. അതായത് വാമ്പയർ വൈറസ് എല്ലാവർക്കും നഷ്ടപ്പെട്ടതോടെ അവളുടെ പഴയ തളർവാദം തിരികെ വന്നിരിക്കുന്നു. ഈയൊരു മൊമെൻറ്റിൽ വെച്ച് ഈ ഗംഭീരമായ സീരീസ് അവസാനിക്കുകയാണ്. മനുഷ്യൻ്റെ അന്ധമായ വിശ്വാസങ്ങളും മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളും എങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിഡ്നൈറ്റ് മാസ്. കേവലം ഒരു ഹൊറർ കഥ എന്നതിലുപരി മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള വലിയൊരു സന്ദേശം ഈ സീരീസ് നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി
നമുക്ക് വീണ്ടും കാത്തിരുന്നു കാണാം.